ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDCക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ, നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് ഒരു 50 മാർക്ക്, 55 മാർക്ക്, അതേപോലെ തന്നെ ഒരു 10 മാർക്കിൽ കൂടുതൽ നെഗറ്റീവ് വരുന്നു. അതേപോലെ എക്സാമിന് വേണ്ടിയിട്ട് ഓവറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ടെൻഷൻ ആകുന്നു. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ മാത്രം ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടാൽ മതി. അല്ലാതെ ഒരു 80 മാർക്കിന് മുകളിലേക്കും 85 മാർക്കിന് മുകളിലേക്കും ഒക്കെ നിലവിൽ സ്കോർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിക്കുന്ന ട്രാക്ക് പക്ക സെറ്റാണ്. അപ്പോൾ അതിൽ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അതിൽ താഴെ മാർക്കുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഇതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടുന്ന ഒരു 3 ടിപ്സ് തന്നെയായിരിക്കും ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ 94/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 90 മിനിറ്റ് ആണ് നമുക്ക് എന്തുള്ളത്, നിലവിൽ നമുക്ക് ഈ പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് 90 മിനിറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 90 മിനിറ്റ് കൊണ്ട് നമുക്ക് 100 ചോദ്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത് മക്കളെ. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പോകുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് 100 മാർക്കിലുള്ള ചോദ്യങ്ങൾ മൊത്തം എന്ത് ചെയ്യുക, വായിച്ചു നോക്കിയാൽ മാത്രം മതി. കാരണം എന്താണ്, 100 മാർക്കിലെ ചോദ്യങ്ങൾക്ക് നമുക്ക് എന്ത് വേണ്ട, ഉത്തരം വേണ്ട എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പൊ തന്നെ നിങ്ങളുടെ പകുതി ടെൻഷൻസ് അവിടെ ഒഴിവാകും. ഓക്കെ, അതായത് ഈ പറയുന്ന 90 മിനിറ്റ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ. 90 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് 90 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി. അതായത് ഒരു ക്വസ്റ്റിന് ഏകദേശം 1 മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് എന്തുണ്ടാവും, ടൈം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ പറയുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ മനസ്സൊന്ന് എന്താവും, ശാന്തമാവും. അപ്പൊ 90 ചോദ്യങ്ങളെങ്കിലും എന്ത് ചെയ്യുക, വായിക്കാനെങ്കിലും ശ്രമിക്കുക. അതിൻ്റെ നമുക്ക് എത്ര എണ്ണം ചെയ്താൽ മതി, ഏകദേശം നിങ്ങൾക്ക് ഒരു 85 മാർക്കിന്റെ എന്താണ് ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് മാക്സിമം അത്രയും മാത്രം എന്ത് ചെയ്താൽ മതി, ബബിൾ ചെയ്താൽ മതി. ഞാനിത് 1ാം റാങ്കിലേക്ക് ഉദ്ദേശിക്കുന്ന ആളുകളുടെ അടുത്തല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്താണ്, ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ള ഒരു സ്വപ്നമാണ്, അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല റാങ്കിലേക്ക് വരാനുള്ള ആ ഒരു റേഞ്ചിലുള്ള മാർക്കിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 90 മിനിറ്റ് ആണ് നിങ്ങളുടെ ടൈം ഉള്ളത്. 90 ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക. അതിൻ്റെ അകത്ത് ഒരു 85 ചോദ്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുക. അതായത് നിങ്ങൾ ബബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നിങ്ങൾ നേരെ എന്തിലേക്ക് പോവുക, സയൻസിലേക്ക് പോവുക. ഓക്കെ, സയൻസിലേക്ക് പോകുമ്പോൾ സയൻസിൽ ഒത്തിരി സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നമ്മുടെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിലേക്ക് പോവാം. അപ്പം ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്തായിരിക്കും, വലിയ കുഴപ്പമില്ലാത്ത ലെവലിലേക്കുള്ള കാര്യങ്ങളായിരിക്കും അതിൻ്റെ അകത്ത് വരുന്നേക്കുന്നത്. അതേപോലെ തന്നെ സയൻസ് എന്താണ്, സയൻസ് അത്യാവശ്യം ഈസി ആണെങ്കിൽ GK പാർട്ട് എന്തായിരിക്കും, കുറച്ച് ടഫ് ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്ന് പറയുന്നത് ഒരു ആവറേജ്, അതിന് മുകളിലേക്കുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് വന്നിട്ടില്ല. ഒരു അത്യാവശ്യം ഈ ഒരു എക്സാമിന് വേണ്ടി പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഒരു 7 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, മാത്സ്, അതേപോലെ തന്നെ മലയാളത്തിൽ വന്നേക്കുന്നത്. അതേപോലെ നമ്മൾ നേരെ അത് കഴിയുമ്പോൾ എന്തിലേക്ക് നോക്കുക, സയൻസിലേക്ക് നോക്കുക. സയൻസും എന്താണ്, 1 വേർഡ് ചോദ്യങ്ങളാണ് എല്ലാം തന്നെ വന്നേക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ഒരു ചോദ്യങ്ങൾ വന്നിട്ടില്ല. അതേപോലെ ഒരു മാത്സിന്റെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, വലിയ കുഴപ്പമില്ലാത്ത ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താവുന്ന ചോദ്യങ്ങളാണ് എല്ലാം അതിൻ്റെ അകത്തുള്ളതെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ പിന്നെ നേരെ GK പാർട്ട് എന്ന് പറയുന്നത് കുറച്ച് നിലവിൽ നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. പക്ഷെ അത്രത്തോളം ഈസി ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അല്ല നിലവിൽ GKയിൽ വന്നേക്കണം. കാരണം അകത്തേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടഫ് എന്താണെന്നുള്ളത് മനസ്സിലാവുന്നത്. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ആ ഹോളിൽ ഇരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം ആ ചോദ്യങ്ങൾ ഡെപ്തിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, നമ്മൾ പുറമേ ഇരുന്ന് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഈ പറയുന്ന ലെവലിലേക്കൊന്നും നമുക്കത് തോന്നത്തില്ല. പക്ഷെ അത് ആ ഒരു എക്സാമിൻ്റെ ഹോളിൽ ഇരുന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്കാണ് അതിൻ്റെ ഫീൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു GK ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു ആവറേജ് അബവ് വരുന്ന ലെവലിലുള്ള ചോദ്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നിങ്ങളൊന്ന്
സെറ്റ് ആവാനായിട്ട് ശ്രമിക്കുക. അത് ഏത് ലെവലിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്ത്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എന്താണ് ഏകദേശം നമുക്ക് കഴിഞ്ഞ കട്ട് ഓഫ് റേഞ്ചും ഇതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 65 മാർക്ക് അല്ലെങ്കിൽ ഒരു 60 to 65 മാർക്ക് എങ്കിലും നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ അകത്ത് കുഴപ്പമില്ലാത്തൊരു കട്ട് ഓഫിലേക്ക് വരാനായിട്ട്. പക്ഷെ കട്ട് ഓഫ് കിട്ടിയത് കൊണ്ട് നമുക്ക് ജോലി കിട്ടുമോ? ഒരിക്കലും കട്ട് ഓഫ് കടന്നുകൊണ്ട് ജോലി കിട്ടത്തില്ല. കട്ട് ഓഫിനേക്കാളും ഒരു 10 മാർക്കെങ്കിലും കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് ഉദ്യോഗാർത്ഥികളെ നമുക്ക് ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. മറ്റെന്താണ്, ഇപ്പോൾ 5 മാർക്ക് കൂടുതൽ കിട്ടി, 6 മാർക്ക് കൂടുതൽ കിട്ടി, അല്ലെങ്കിൽ 4 മാർക്ക് ഉണ്ട്, കട്ട് ഓഫിനേക്കാൾ ജസ്റ്റ് ഒരു മാർക്ക് കൂടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓവറായിട്ട് ടെൻഷൻ അടിച്ചിരിക്കേണ്ടി വരും. നമുക്ക് ഈ ജോലി കിട്ടുമോ, അല്ലെങ്കിൽ ഈ ലിസ്റ്റ് 3 വർഷമാണ് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്, ആ 3 വർഷത്തിനുള്ളിൽ നമുക്ക് എന്ത് ജോലിക്ക് കയറാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ്റെ പുറത്ത് നിൽക്കേണ്ടി വരും. പക്ഷേ നമുക്കൊരു 12 മാർക്ക് അല്ലെങ്കിൽ ഒരു 10 മാർക്ക് കൂടുതൽ കട്ട് ഓഫിനേക്കാൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഇനി അടുത്ത പഠനമോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേറെ എന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ട് ഒരു ജോബോ അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എന്തൊരു പ്രവൃത്തിയിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. കാരണം നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യും, ഈ ലിസ്റ്റ് അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്നുള്ള ഫുൾ കോൺഫിഡൻറ്റ് നമ്മുടെ ഉള്ളിലുണ്ടാവും. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൈനസ് മാർക്കാണ്. ഓക്കെ, മൈനസ് മാർക്ക് എപ്പോഴും നമുക്ക് ഒരു എന്താണ് വില്ലാളിയായിട്ട് പലരെയും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് ചിലപ്പോൾ എന്താണ് മൈനസ് മാർക്ക് ആയിരിക്കും. ഫസ്റ്റ് റീഡിങ്ങിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ആദ്യത്തെ ഒരു വായനയിൽ ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ കാലഗണനക്രമം, വൈക്കം സത്യാഗ്രഹം, അതേപോലെ ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം, അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ അറിയാവുന്ന കാര്യം അപ്പം തന്നെ അതിൻ്റെ അകത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക. വൈക്കം സത്യാഗ്രഹം 1924, ചാന്നാർ ലഹള 1859, ക്ഷേത്രപ്രവേശന വിളംബരം 36, മലബാർ കലാപം 1921. ഓക്കെ, അപ്പോൾ അത് അപ്പം തന്നെ മാർക്ക് ചെയ്ത് പെട്ടെന്ന് അത് എന്ത് ചെയ്യുക, ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതായത് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്നത് എന്താണെന്നുള്ളത് ആദ്യം ടിക്ക് ചെയ്തതിന് ശേഷം പിന്നെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ചിലപ്പോൾ നമുക്ക് അറിയാൻ പാടില്ലാത്ത 2 or 3 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എന്താണ് ഓപ്ഷനിൽ കിടക്കണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ആ 2 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഇതിൻ്റെ അകത്ത് നമുക്ക് 2ാം വട്ടമേശ സമ്മേളനം നടന്ന 1931 നമുക്കറിയാം. അതേപോലെ തന്നെ ജാലിയൻ വാലാബാഗ് ദുരന്തം നമുക്കറിയാം, അത് 1919. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത് എന്താണ്, അതിൻ്റെ അകത്ത് ക്വിറ്റ് ഇന്ത്യ പ്രമേയവുമായി ബന്ധപ്പെട്ട് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാന്നുള്ള അറിയാം. അപ്പൊ അതെന്ത് ചെയ്യുക, ശരിയായത് ടിക്ക് ചെയ്യുക. അപ്പൊ ശരിയായതുള്ള ടിക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, തെറ്റായവ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉത്തരില്ല. അല്ലാതെ ഇത് 4 നമ്മൾ നോക്കി അല്ലെങ്കിൽ 3 ഇത് ശരിയായത് മാത്രം കണ്ടെത്തി കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണത്, അവിടെ നമ്മുടെ ടൈം മാനേജ്മെന്റ് കുറയുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ അടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമുക്കൊരു പ്ലാൻ ഇപ്പൊ നമുക്കുണ്ട്. അതായത് ഒരു പ്ലാൻ എ എന്ന് പറഞ്ഞ ലെവലിൽ ട്രിവാൻഡ്രം LDCയുടെ 4 ഓപ്ഷനുകളും ഞാൻ നിങ്ങളുടെ അടുത്ത് ആ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ ചെയ്തു, അതേപോലെ തന്നെ GKയുടെ ഒരു 10 ക്വസ്റ്റ്യൻസ് ചെയ്തു. അതേപോലെ ഓരോ ചോദ്യങ്ങളും എടുത്ത് ഒന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യുക, ഈ 4 ഓപ്ഷൻസ് എന്താണെന്നുള്ളത് 4 ഓപ്ഷൻസും എടുത്ത് എന്ത് ചെയ്യുക, പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കും ഒരു 50 മാർക്കിലേക്കെങ്കിലും. ഓക്കെ, അതായത് ഈ 4 ഓപ്ഷൻസ് എടുത്ത് പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 400 ചോദ്യങ്ങൾ പോരാ, അതിനും മുകളിലേക്കുള്ള എന്ത് ചെയ്യും, ക്വസ്റ്റ്യനും ആൻസറുകളും നമുക്ക് അതിൻ്റെ നിന്ന് കിട്ടും. കാരണം 400 ചോദ്യങ്ങൾ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ചെയ്യുമ്പോൾ കിട്ടും. അത് കൂടാതെ അതിൻ്റെ എന്താണ് റിലേറ്റഡ് ഫാക്ട് കൂടി പഠിക്കുമ്പോൾ ഏകദേശം ഒരു 1000, 1500, 2000-ഓളം ഫാക്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ കിട്ടും. അത് തന്നെയായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ ട്രാക്ക് എന്ന് പറയുന്നത്. അതായത് ട്രാക്കിലൂടെ നമ്മൾ ഓടുന്ന സമയത്ത് ആ ട്രാക്കിൽ എന്ത് ചെയ്യുക, വരുന്ന എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ 4 ഓപ്ഷൻസ് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും എവിടെ നിന്നൊക്കെ ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്ന് കുറേയൊക്കെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ആദ്യം കാണുന്ന ഉത്തരം എഴുതുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആ ഉത്തരങ്ങളായിരിക്കും ശരി എന്ന് പറയുന്നത്. രണ്ടാമത് വന്നു കഴിയുമ്പോൾ 2 ആയിരിക്കും പിന്നെ നമ്മുടെ വില്ലാളിയായിട്ട് വരുന്നത്. അതായത് ഏതെങ്കിലും 2 നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയും. പിന്നെ ഈ 2 നമ്മൾ നിൽക്കുന്നത്, ഇത് ശരിയാണോ ഇത് തെറ്റാണോ എന്നുള്ളത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ മക്കളെ മാക്സിമം 3, അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്യരുത്, തെറ്റായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ 2 അകത്ത് ഏതെങ്കിലും ഒരെണ്ണം,
അതാണ് പറയണത്. നമ്മൾ ഈ 100 എണ്ണം കണ്ടിട്ട് ഈ 100 എണ്ണം എനിക്ക് ഈ 100 എണ്ണം വേണം, അപ്പൊ എന്തായാലും ഈ 100 മാർക്ക് എനിക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോണത്, ആ ഒരു ധാരണ നമ്മൾ നിർത്തുക. നമുക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന എക്സാമിന് നമുക്ക് ഒരു ജോലിയിലേക്ക് വേണ്ടിയിട്ട് നോക്കുമ്പോൾ ആ ജോലിയിലേക്കുള്ള മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു 80 മാർക്ക് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, വേണ്ട ഒരു 75 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ലിസ്റ്റിൽ വരും, നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തിങ്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ നെഗറ്റീവ്സ് ഒഴിവാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഈ പറയുന്ന 2 ഓപ്ഷനിലുള്ളതും മാക്സിമം 3 ചോദ്യങ്ങൾ ചെയ്ത് അത് നിർത്തുക. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന നെഗറ്റീവ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ നെഗറ്റീവ് നമ്മൾ കുറച്ചു. അതേപോലെ തന്നെ എന്താണ്, എക്സാമിനെ കുറിച്ച് ഒരു ധാരണയോട് കൂടി നമ്മൾ പോകുമ്പോൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അറ്റൻഡ് ചെയ്ത് ഏകദേശം നമുക്ക് വേണ്ട ഒരു റേഞ്ചിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് വേണ്ട ഒരു റേഞ്ചിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ 2 കാര്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അത് തന്നെ നിങ്ങളെ വലിയൊരു റാങ്കിലേക്ക്, അതായത് നിങ്ങൾ എന്താണോ ഇപ്പൊ പെർഫോം ചെയ്യുന്നത് അതിനൊരു 3 മടങ്ങ് മുന്നിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചില ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്ന കാര്യമാണ്, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് വായിച്ച് സെറ്റ് ചെയ്തൊക്കെ പോകും. അപ്പൊ ചില ആളുകൾ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊത്തത്തിൽ എന്ത് ചെയ്യും, ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് ടിക്ക് ചെയ്തതിന് ശേഷം അവസാനം OMR വച്ചിട്ട് OMRന്റെ അകത്ത് എല്ലാം കൂടിയും ഒരുമിച്ച് ബബിൾ ചെയ്യുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ടൈം എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നും നോക്കി പിന്നെ ബബിൾ ചെയ്യണം, വീണ്ടും നോക്കണം, ബബിൾ ചെയ്യണം. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും ഒറ്റയടിക്ക് എന്ത് ചെയ്ത് മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ എന്ന് പറയുന്നുണ്ട് കുറേ ആളുകൾ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചോദ്യവും എടുത്ത് അതിൻ്റെ ആൻസർ അപ്പം തന്നെ എന്ത് ചെയ്യുക, ബബിൾ ചെയ്ത് പോവുക. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നിങ്ങൾക്ക് ഏകദേശം 1 മിനിറ്റ് ടൈം ഉണ്ട് ഒരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് അതിന് ബബിൾ ചെയ്യാനുള്ളത്. ബബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വന്നു കഴിഞ്ഞാൽ മക്കളെ ഒരു 5 സെക്കൻഡ് കൂടുതൽ നമുക്ക് ആ ഒരു ബബിൾ ചെയ്യാനായിട്ടുള്ള സമയം എന്ത് ചെയ്യേണ്ട, കളയേണ്ട കാര്യമില്ല. അപ്പോൾ ആ ബബിൾ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താട്ടോ. ചില ആളുകൾ, ഞാൻ അത് തെറ്റായിട്ടല്ല മക്കളെ പറയുന്നത്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ എന്താണ് സെറ്റാണ്. അപ്പൊ എന്താ ചെയ്യുക, നിങ്ങൾക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാം കൂടി നമ്മളിപ്പോൾ ഒരെണ്ണത്തിൻ്റെ അകത്ത് എ എന്ന് പറയുന്ന പാട്ടിൻ്റെ അകത്ത് 25, ബി എന്ന പാട്ടിൻ്റെ അകത്ത് 25, അതേപോലെ തന്നെ സി എന്ന പാട്ടിൻ്റെ അകത്ത് 25, ഡി എന്ന പാട്ടിൻ്റെ അകത്ത് 25, അങ്ങനെ മൊത്തം 100-നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്യുക, ഒരു 25 എണ്ണം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ബബിൾ ചെയ്ത് പോവുക. അതിനുശേഷം അടുത്ത 25, അടുത്ത ശേഷം 25, അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓരോ ചോദ്യം എടുത്തതിന് ശേഷം ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ബബിൾ ചെയ്ത് പോവുക. അതായിരിക്കും കുറച്ചുകൂടി കംഫർട്ട്. കാരണം ഒരെണ്ണം എങ്ങാനും ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും കറക്റ്റ് ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമ്മുടെ ടെൻഷന്റെ പുറത്തും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ആപ്ലിക്കബിൾ ആവണമെന്നില്ല. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ ചിലപ്പോൾ ഇതിന്റെ അകത്ത് 5-ാമത്തെ ചോദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടാവും, സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ 6-ാമത്തെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ആ പെട്ടെന്ന് ബബിൾ ചെയ്ത് പോകുന്ന സമയത്ത് ആ ഒരെണ്ണം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ അന്നേരം ചെയ്തത് എല്ലാത്തിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഓരോ ചോദ്യത്തിനും വായിച്ചതിന് ശേഷം അതിന്റെ നേരെ ബബിൾ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുകയാണ് നല്ലത്. എയും ബിയും സിയും ഡിയും ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഓരോന്ന് നോക്കുക, അതിന്റെ അപ്പം തന്നെ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ഓരോ ചോദ്യങ്ങൾ എടുത്ത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഏകദേശം ഒരു ചോദ്യം വായിച്ച് അത് ബബിൾ ചെയ്യാനായിട്ട് എന്തോരം സമയം വരും എന്നുള്ളത്. അതിന് മുന്നോടിയായിട്ട്, ഈ എക്സാമിന് പോകുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ ക്വസ്റ്റ്യൻ ബോർഡ്, അതായത് നിലവിൽ നമ്മുടെ ഈ പറയുന്ന ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന LPST ഉണ്ട്, UPST ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഈ ട്രിവാൻഡ്രം LDC ഉണ്ട്. അതേപോലെ ഏകദേശം എന്താണ് LDCക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പർ അതിക്ക് മുന്നേ നടന്നത് അതിട്ടുണ്ട്. 21 ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. ഇതൊന്നും പറ്റിയില്ലെങ്കിലും ഈ പറയുന്ന 6 ക്വസ്റ്റ്യൻ പേപ്പറുകളും അതേപോലെ തന്നെ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ആംബുലൻസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള ഫാം വർക്കർ, ആംബുലൻസ് ഡ്രൈവർ, അതേപോലെ LDC, പിന്നെ LPST, UPST, ഈ 5 എണ്ണവും അതേപോലെ തന്നെ കഴിഞ്ഞ ഒരു 6 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് ചെയ്യാനായിട്ട് നോക്കുക. അത് ഈ പറയുന്ന 6 ക്വസ്റ്റ്യൻ പേപ്പറുകളും ഈ പറയുന്ന 5 ചോദ്യ പേപ്പറുകളും അതിന്റെ കൂടെ ട്രിവാൻഡ്രത്തിന്റെ എന്ത് ചെയ്യുക, LDCയുടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, 4 ഓപ്ഷൻസ് കൂടി ഡിസ്ക്രൈബ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ ഇത്രയെങ്കിലും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിവിഷനും ആയിരിക്കും.
അതേപോലെ തന്നെ എന്താണ് നല്ലൊരു റാങ്കിലേക്ക് എത്താനും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഈ പറയുന്ന 3 ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ടിപ്സ് എങ്കിലും നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങളെ നല്ലൊരു റാങ്കിലേക്ക് തന്നെ എത്തിക്കും. അപ്പോൾ ഈ 3 ടിപ്സ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നെഗറ്റീവ്സിൻ്റെ കാര്യം ഒന്ന് നോക്കുക. എക്സാമിനെ കുറിച്ചുള്ള ഓവർ തിങ്കിങ് കുറച്ച് നമുക്ക് നമ്മുടേതായിട്ടൊരു എക്സാമിന് എത്ര മാർക്ക് വേണമെന്നുള്ളത്, അതായത് ഒരു 75 അല്ലെങ്കിൽ ഒരു 80 മാർക്ക് മാക്സിമം, അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നതെന്ന് ആദ്യം തന്നെ മനസ്സിൽ കരുതുക. അപ്പോൾ തന്നെ നമുക്ക് പകുതി ടെൻഷൻസ് കുറയും. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മൾ എക്സാമിൻ്റെ ടൈമിൽ മൈനസ് എന്ന് പറയുന്നത്, അതായത് എന്താണ് ഒരു 3 എണ്ണത്തിൽ കൂടുതൽ 2 ഓപ്ഷനിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന PSC തന്നെ നമ്മുടെ അടുത്ത് നടത്തിയ എക്സാമാണ് ഈ പറയുന്ന ട്രിവാൻഡ്രം, അതേപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർ, ഫാം വർക്കർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളെങ്കിലും ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അതും പിന്നെ ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ടെലഗ്രാമിലുണ്ട്. ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു 3 തന്ത്രങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കും നല്ലൊരു റാങ്കിലേക്ക്. ഓക്കെ, കാരണം PSC അത്രത്തോളം എന്താണ് കഴിഞ്ഞ എക്സാമുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ അത്രയധികം എന്താണ് കൂടുതൽ സ്റ്റോക്ക് GK ആയിട്ട് നമ്മുടെ ഈ ഒരു എക്സാമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാനും പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.